ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5 ഫെബ്രുവരി 5 വോട്ടെടുപ്പ് നടക്കുമെന്നാണ് അല്പസമയം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചത്. ഒരുക്കങ്ങളെല്ലാം തന്നെ മുന്നണികൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. 70 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, രാജീവ് കുമാറിന്റെ പദവി ഒഴിയാൻ പോവുകയാണ് അദ്ദേഹം. അതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക? ഒപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇന്നത്തെ വാർത്ത ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്? അമൃത, ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് മുൻപ് ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നത്. ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഈ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അതിനുശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രധാനമായും ഈ തീയതികൾ എന്ന് പറയുന്നത് ഫെബ്രുവരി 5, അതായത് അടുത്ത മാസം 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ജനുവരി 17-നാണ്. 18-ന് ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഇതുകൂടാതെ തന്നെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ജനുവരി 20-ആണ്. എന്തായാലും ഒരു മാസമാണ് ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് എത്താനുള്ളത്. നമുക്കറിയാം, അടുത്ത മാസം 15-നാണ് ഡൽഹിയിലെ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. പ്രധാനമായും EVM-ൽ ക്രമക്കേടുകൾ ആരോപിച്ചിരുന്നു. എന്തായാലും ഇത്തരം ക്രമക്കേടുകൾ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഈ ക്രമക്കേടുകൾ ഇതുകൂടാതെ തന്നെ 5 മണിക്ക് ശേഷം ഈ വോട്ടർ ഈ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ആരോപിച്ചു. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത മാസം 5-നാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. മടങ്ങേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് കമ്മീഷനും ഉള്ളതല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ബാലറ്റുകളിലേക്ക് മടങ്ങേണ്ടെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് സുപ്രീം കോടതി അടക്കം നിരവധി ഉത്തരവുകളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. EVM-കളിൽ ക്രമക്കേടുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാകില്ല. ഇതുകൂടാതെ തന്നെ EVM-കൾ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. EVM-കളിൽ വൈറസിനെയോ അല്ലെങ്കിൽ മറ്റ് മാൽവെയറുകളെയോ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇതുകൂടാതെ തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ന്യായീകരിക്കുകയുണ്ടായി. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കൃത്യമായ ഒരു വോട്ടിംഗ് ശതമാനം നൽകുവാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഇത്തരത്തിൽ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും ഒരു കൃത്യമായ കണക്ക് തങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. പക്ഷേ അത്തരം ശതമാനം നൽകുവാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഇത്തരത്തിൽ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും ഒരു കൃത്യമായ കണക്ക് തങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. പക്ഷേ അത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ നിലവില്ല. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലടക്കം നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം തള്ളിയിരിക്കുകയാണ്. കൃത്യമായും സുതാര്യമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളിൽ ആരും വീണു പോകരുത്, അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനം നൽകുന്നതിൽ ആരും വീണു പോകരുതെന്ന് തന്നെ ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ ഇപ്പോൾ രാജീവ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത. അരവിന്ദ്, അതുപോലെ തന്നെ ഈ ചില പരാമർശങ്ങൾ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ബിദൂടിയുടെയൊക്കെ പരാമർശം. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവിടുന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ശക്തമായി അപലപിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും നടത്തുവാൻ പാടില്ല, ഇതൊരിക്കലും അനുവദിക്കില്ല. എന്നാലും ഇതുതന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ നിയമ ചട്ടം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഇനിയും ഉണ്ടായാൽ കർശന നടപടി എടുക്കുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നടപടികൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രമേശ് ബിദുരി അടക്കം, നമുക്കറിയാം, ആദ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരെയും പിന്നീട് ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെയുമായിരുന്നു രമേശ് ബിദുരി ചില പരാമർശങ്ങൾ നടത്തിയത്. എന്തായാലും ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയാണ്. ഇതുകൂടാതെ തന്നെ പക്ഷപാതപരമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്ന ചില ആരോപണങ്ങൾ അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. തങ്ങളുടെ മാത്രം ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ ഈ ഭരണപക്ഷത്തുള്ളവരുടെ ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളോ പരിശോധിക്കുന്നില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. അത്തരം ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു ആരോപണങ്ങൾക്കും കഴമ്പില്ല. ഇത്തരം ആരോപണങ്ങൾ ജനങ്ങളെ വഴിതെറ്റിയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കാൻ തന്നെ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം, കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഡൽഹിക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഈ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇന്ന് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നൽകും. ഇത്തരത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ
നടത്തി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഭരണപക്ഷം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുമെന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത്തരം നടപടികൾ ഉണ്ടാകില്ല. കൃത്യമായി ഡൽഹിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ കേന്ദ്ര ബജറ്റ് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ശേഷം നടത്താമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. അടുത്ത മാസം 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നും നടക്കും. അമൃത്, വോട്ടർമാരുടെ കണക്കുകൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ അരവിന്ദ്? അമൃത, 1,55,00,000 വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. അതിൽ പുരുഷ വോട്ടർമാരെന്ന് പറയുന്നത് 83,49,645 പേരാണ്. സ്ത്രീ വോട്ടർമാരെന്ന് പറയുന്നത് 71,73,951 പേർ. 13,033 പോളിംഗ് സ്റ്റേഷനുകളാണ് ഡൽഹിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തോളം പുതിയ കന്നി വോട്ടർമാർ ഇത്തവണ ഡൽഹിയിലുണ്ട്. ഇതിൽ 1 ലക്ഷത്തിൽ പരം വോട്ടർമാർ 85 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ നമുക്കറിയാം, നേരത്തെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു. ചില സീറ്റുകളിൽ ഇത്തരത്തിൽ ആളുകളെ കൂടുതലായി പട്ടികയിൽ ചേർക്കുകയും അതുപോലെ തന്നെ കുറെ പേരെ ഒഴിവാക്കി എന്നുള്ള ഒരു വിമർശനമടക്കം ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും കൃത്യമായ അല്ലെങ്കിൽ സുതാര്യമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പാർട്ടികളെല്ലാം അവരുടെ പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പാർട്ടികളെല്ലാം അവരുടെ പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോയിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJP അടക്കം ശക്തമായ പ്രചാരണമായിരുന്നു ഡൽഹിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് BJP പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുക. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ആണ് ആം ആദ്മി പാർട്ടി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുക. എന്തായാലും ശക്തമായ പ്രചാരണം ഇനിയും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അടുത്ത മാസം 5-നാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്.